വളർച്ചയ്ക്കനുസരിച്ച് തന്നെ അതുപോലെ തന്നെ വിളവും ഉള്ളൊരു ഇനമാണ്. ഇത് ബേഡ് എന്നാണ് സാധാരണ പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ തൈകൾ ഏകദേശം ഒരു 25,000 മുകളിൽ ഇപ്പോൾ നമുക്കിവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീഗിരി ഫാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാന്താരി ഇനത്തെയാണ്. നമ്മളിവിടെ തൈകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് ഒരു 50 സെൻറ്റിലധികം നമ്മൾ 600 ചോട് നമ്മൾ കൃഷി ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പാകുന്നത്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതാണ് അതിൻ്റെ ആ തൈയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ കാന്താരി തൈക്ക് എപ്പോഴും ഡിമാൻഡുള്ള കാലമാണല്ലോ. കാരണം തൈകൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും തൈകൾ ഉണ്ടാക്കുന്നവരും കാന്താരി തൈകൾ ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പോൾ അതും കൂടി മുൻനിർത്തിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു 6 അടിയിലധികം ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നിറയെ കായ്ക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഇതിന് മറ്റ് വിൽറ്റ് പോലുള്ള അസുഖങ്ങളൊന്നും വരില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചെടി കൂടിയാണ്. നമുക്കതിൻ്റെ തോട്ടങ്ങളും അതിൻ്റെ വിളവും ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഈ മുളകിനം, അതായത് ബേഡൈ അല്ലെങ്കിൽ കിളിക്കണ്ണം എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയാണ്. ഇത് വളർന്ന് നമ്മുടെ തലപ്പൊക്കം വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്നതാണ്, വിത്തുകളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് പച്ചയുണ്ട്, അത് കൊടുക്കുകയും ചെയ്യണം. ഇതൊക്കെ മുഴുവനായിട്ട് നമ്മൾ വിത്തുകളായിട്ടൊക്കെ എടുത്തിട്ട് കൊടുക്കും. പിന്നെ കൂടുതലായിട്ടും തൈകളായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 20,000 മേൽ 25,000-ഓളം ഉണ്ട് ഇപ്പോൾ. പിന്നെ ചെറുതുകൾ വേറെ ഉണ്ട്. വിത്തുകൾ പാകി വെച്ചിരിക്കുന്ന ഇനങ്ങൾ അത് വേറെ ഉണ്ട്. അങ്ങനെ ഒരു കാന്താരി തൈകളുടെ ഒരു വലിയ ശേഖരം തന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാന്താരി കൃഷിയെക്കുറിച്ചുള്ള ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെല്ലാവരും ഒരു കാന്താരി തൈയെങ്കിലും വീട്ടിൽ വെച്ച് പരിപാലിക്കാൻ ശ്രമിക്കുക. നമ്മൾ പാചകത്തിൽ അല്ലെങ്കിൽ ഒരു സദ്യക്കാണെങ്കിലും ഒരു അച്ചാറിടാനാണെങ്കിലും ഒരു സദ്യയിലൊക്കെ കാളൻ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയെന്നോ അല്ലെങ്കിൽ ഒരു മുളകിനോ ആണ് നമ്മുടെ ഈ കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണമെങ്കിലും നമ്മൾ വീടുകളിൽ വെച്ച് പരിപാലിക്കാൻ ശ്രമിക്കുക. ശ്രീഗിരി ഫാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.